2025 ഫസ്റ്റ് ആദായം നികുതി എന്ന് പറഞ്ഞാൽ ഇതാണ്. കാപ്പിക്കുരുവാണ്, 2 ബക്കറ്റ് കാപ്പിക്കുരു. മൊത്തം 3 ബക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മളവിടെ ഉണക്കാനിട്ടേക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ കാപ്പി വെട്ടിയെടുത്തിട്ടാണ് പറിച്ചതെന്ന് വെച്ചാൽ കാപ്പി മേട്ടുകാപ്പിയാണ്, ഭയങ്കര ഹൈറ്റാണ്. അപ്പോൾ കീറി പറിക്കാനൊക്കെ പാടാണ്. കുറച്ച് നമ്മൾ ഉണക്കാനിട്ടു. ഇതുണ്ടോ, നമ്മുടെ വഴിയിലുള്ള വീണ്ടും മുറ്റത്ത് തന്നെ ഒരു കാപ്പിയാണ് ഗൈസ്. ഭയങ്കര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. ഇതാണ് ഗൈസ് ആ കാപ്പി. അതിൻ്റെ മണ്ടവശം മൊത്തം നമ്മൾ വെട്ടി. ഇതിൻ്റെ അകത്ത് ഇനിയും കാപ്പിക്കുരുണ്ട്. പിന്നെ പറമ്പ് നിറച്ചും കുറേ മേട്ടുകാപ്പിയുണ്ട് ഗൈസ്, ഇനിയും പറിക്കാനുണ്ട്. ഇതിപ്പോൾ ഇതിൽ നിന്ന് മാത്രം പറിച്ചാണ് ഈ 2 ബക്കറ്റ് നിറയെ ഉണ്ട് ഗൈസ്. കാണാൻ നല്ല ചുമല കളറാണ് ഗൈസ്. നമ്മുടെ 2025 ഫസ്റ്റ് കാപ്പിക്കുരു ആദായമാണ് ഗൈസ് ഇത്. ഇത്ര ഈ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പം നമ്മുടെ വീട് നാടൻ കാപ്പിയേക്കാളും മേട്ടുകാപ്പിയാണ് ഇവിടെ ഉള്ളത്. നാടൻ കാപ്പി ഞങ്ങൾ ഒരു ബക്കറ്റ് ഉണക്കി കാപ്പിക്കുരു കൊടുത്തതിന് 1000 രൂപ കിട്ടിയായിരുന്നു. ഇപ്പം മേട്ടുകാപ്പിക്ക് എത്ര വില എന്നൊന്നും അറിയത്തില്ല നമുക്ക്. പച്ചയ്ക്ക് കൊടുത്താലും എടുക്കും, ഉണക്കി കൊടുത്താലും വില കൂടുതൽ കിട്ടും ഗൈസ്. ഇപ്പം മേട്ടുകാപ്പിയാണ്. ഇപ്പോൾ കാപ്പിപ്പൊടിക്ക് തന്നെ 75 രൂപയാണ് ഗൈസ് 100 ഗ്രാമിന്. അപ്പോൾ നമ്മളിത് മൊത്തമായിട്ട് കൊടുക്കുന്നില്ല, ഒരു ബക്കറ്റ് നമ്മൾ പൊടിപ്പിച്ചെടുക്കും ഉണക്കി. ബാക്കി നമ്മളിത് കടയിൽ കൊടുക്കുകയും ചെയ്യും ഗൈസ്. ഉണ്ടോ, കാണാൻ നല്ല ചുമല പഴം പോലെയാണ് ഇത് ഗൈസ്. ഇനി ഇത് കുറേ നാളോടെ ഇട്ട് കഴിഞ്ഞാൽ കിളി മൊത്തം തിന്നേനെ. അതിൻ്റെ പഴുത്ത് പരിപ്പൊക്കെ വെറുതെ നിലത്ത് കുറേ പോയി ഗൈസ്.